ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനൊരു പാനിൽ 5-6 പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി 2 കപ്പ് അഥവാ 500 ml വെള്ളം ചേർത്ത് ചൂടാക്കുക. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ മൂടി അടച്ചു വെച്ച് 7-8 മിനിറ്റ് മീഡിയം തീയിൽ ചൂടാക്കുക. ഈ സമയം നമുക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു ഗ്രൈൻഡറിൽ 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളിയുടെ അല്ലി, 3 ചെറിയുള്ളി എടുക്കുക. 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. നമുക്ക് നല്ല പേസ്റ്റ് പോലെ ആവണ്ട, ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം തിളച്ചു തുടങ്ങിയാൽ 2 മിനിറ്റ് നേരം തിളപ്പിക്കാൻ വെക്കുക. ഇനി നമ്മൾ തൈര് ചേർക്കാൻ പോവാണ്. അതിനു മുമ്പ് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിനു ശേഷം ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ 1/4 കപ്പ് തൈര് ചേർക്കുക. ഒപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിളക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അവസാനം താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. തീ ഏറ്റവും കുറവിലേക്ക് വെച്ച് 3 ഉണക്കമുളക് നടുവെ മുറിച്ചത്, 5 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. നന്നായി ഇളക്കി ചെറിയ ഉള്ളി ചെറുതായി ഗോൾഡൻ കളർ ആവുന്ന വരെ വേണം വഴറ്റാനായിട്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കാച്ചിയെടുത്തത് മീതെ ചേർത്ത് കൊടുക്കുക. 4-5 മിനിറ്റ് ശേഷം നന്നായി ഇളക്കുക. നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡി. ചോറിൻ്റെ കൂടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thanks for watching the video.